അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് കൈമാറും. ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിക്ക് മേൽനോട്ട പിഴവും അശ്രദ്ധയും തട്ടിപ്പിന് കാരണമായി എന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. അനിൽ മിശ്രയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്ര ഭരണത്തിലും സംഭാവനകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും സമഗ്ര പരിഷ്കരണത്തിനുള്ള ശുപാർശയും റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, വലിയ തട്ടിപ്പ് കണ്ടെത്തിയ ഒരു സംഭവമാണ്. SIT അന്വേഷണം നടത്തിയിരുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? ആരുടെയൊക്കെ തലയാണ് ഉരുളുക? രഞ്ജിത്ത്, ജൂൺ 13 അയോധ്യ ക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയത്. 15 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജൂൺ 23 9 പേജുള്ള പ്രാഥമിക റിപ്പോർട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകി. ജൂലൈ 1 15 ദിവസം കൂടി ഈ അന്വേഷണ സംഘത്തിന് നീട്ടി നൽകി. അത് ജൂലൈ 15 അവസാനിച്ചു. ഏത് നിമിഷവും ഈ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമായി ഇപ്പോൾ പുറത്തു വരുന്നത് ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റോയ്ക്കടക്കം മേൽനോട്ടത്തിൽ ഗുരുതര പിഴവുണ്ടായി എന്നാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് ഈ ക്ഷേത്രക്കൊള്ളയ്ക്ക് വഴിവെച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. റിപ്പോർട്ടിൽ പേര് പരാമർശിക്കാതെയാണ് ചമ്പത്ത് റോയ്ക്കെതിരായ വിമർശനങ്ങൾ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അനിൽ മിശ്രയുടെ ഭാഗത്താണ്. അനിൽ മിശ്രയാണ് ക്ഷേത്രത്തിലെ സംഭാവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാങ്ക് ട്രാൻസാക്ഷൻസിൽ ഉൾപ്പെടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അനിൽ മിശ്ര വരുത്തി. അത് ഈ ക്രമക്കേടിന് വഴിയൊരുക്കി എന്നാണ് മറ്റൊരു ഗുരുതരമായ പരാമർശം. മൂന്നാമത്തേത്, ക്ഷേത്രത്തിലെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രത്തിലേക്ക് സംഭാവന എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിലടക്കം ജീവനക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ക്ഷേത്ര ട്രസ്റ്റിലെ പ്രമുഖർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടത്തിയത്. ഇതും ഈ തട്ടിപ്പിന് വഴിയൊരുക്കി എന്ന റിപ്പോർട്ടിലുണ്ട്. എന്തായാലും SIT സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ ക്ഷേത്രത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളും ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളും ബാങ്ക് ട്രാൻസാക്ഷൻസിലും അതോടൊപ്പം തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലും വരുത്തേണ്ട പരിഷ്കാരങ്ങളുടെ ശുപാർശകളും ഈ റിപ്പോർട്ടിലുണ്ട്. ജൂലൈ 22 ട്രസ്റ്റിൻ്റെ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ഈ റിപ്പോർട്ട് UP സർക്കാരിന് സമർപ്പിക്കാനാണ് സാധ്യത. സമാന്തരമായി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. 8 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. അതിൽ 2 പേരെ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിലധികം കസ്റ്റഡിയിൽ റിമാൻഡിൽ വാങ്ങിയ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് സൂചന. കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.